ഹായ് ഫ്രണ്ട്സ്, നൗറാസ്ഫുഡ്കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇതിനായിട്ട് അരി കുതിർക്കുകയും അരയ്ക്കുകയും ഒന്നും വേണ്ട. ഏകദേശം ഒരു 10 മിനിറ്റ് പോലും വേണ്ടി വരില്ല നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കിണ്ണത്തപ്പത്തിന് ആവശ്യമായിട്ടുള്ളൊരു മധുരമാണ്. ഇനി നമുക്ക് സെയിം കപ്പിൽ തന്നെ 3 കപ്പ് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ചിരകിയതിൻ്റെ തേങ്ങാപ്പാലാണിത്. ഇത് 1-ാം പാല് 2-ാം പാല് എന്നൊരു ക്രമത്തിലല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുത്തതാണ്. കൂടെ തന്നെ നമുക്കൊരു 2-3 ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ കോൺഫ്ലോർ എല്ലാം പാത്രത്തിൻ്റെ അടിയിൽ ചെന്ന് കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പതുക്കെ യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. കോൺഫ്ലോർ ഇട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും. അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ഒഴിച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളയാം. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് സെറ്റായി കിട്ടും. നമ്മുടെ കിണ്ണത്തപ്പം ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുള്ള, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കിണ്ണത്തപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.